സുപ്രഭാതം. എന്നെ കൊണ്ട് അതിന് കഴിയുകയില്ല. ഈ പദം പലപ്പോഴും നാമും ഉപയോഗിക്കാറുള്ളതാണ്. നമ്മെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല, അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നാം ആ പദം പലപ്പോഴും ആവർത്തിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് കഴിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ ആധുനിക ലോകത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊക്കെയും മനുഷ്യന്റെ ബുദ്ധി വൈഭവവും അവന്റെ കരത്തിന്റെ ബലവുമാണ്. എന്നാൽ മനുഷ്യനെ കൊണ്ട് ഒരു നാളും സാധിക്കാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അതൊരു നാളും സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ കൊണ്ടും ആ മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ചു പോയതുകൊണ്ട് അവിടെ നിന്നും മനുഷ്യന്റെ ഒരു ഉദ്ധാരണം സ്വയമായിട്ട് സാധ്യമല്ല. അതിനെന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യനെ കൊണ്ട് അത് സാധിക്കാതിരുന്നപ്പോൾ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് മണ്ണിൽ അവതരിച്ചു. മനുഷ്യന്റെ പാപത്തെ മുഴുവൻ തന്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് മനുഷ്യപുത്രൻ കാൽവറിയിലെ കൊലമരത്തിൽ മരിക്കുവാനിടയായിട്ട് തീർന്നു. ആ മരണത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, ദൈവപുത്രന്റെ മരണത്താൽ മനുഷ്യപുത്രന്മാരൊക്കെയും ദൈവപുത്രന്മാരായിട്ട് തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവപുത്രന്മാരായിട്ട് തീർന്ന ഒരു പദവി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഒരു നാളും മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഈ കാര്യം സാധിപ്പിച്ചു തന്ന ദൈവപുത്രനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമോ? ദൈവം ഇന്ന് പകലിൽ നിങ്ങൾക്ക് അതിന് കൃപ നൽകി സഹായിക്കുമാറാകും.